ഇന്ന് റിഹേഴ്സൽ നേരത്തെ തുടങ്ങിയോ? റിഹേഴ്സലല്ല, അരങ്ങേറ്റം. സത്യം പറഞ്ഞോണം, നീ പെങ്ങൾക്ക് കൊടുത്ത സ്വർണം എവിടെ നിന്ന് കിട്ടിയതാണ്? ഇത് ഏത് നാടകത്തിലെ ഡയലോഗാച്ചാ? നാടകമല്ലടാ, ജീവിതം. നിന്റെ അളിയൻ സസ്പെൻഷൻ കിട്ടി അകത്തിരിപ്പുണ്ട്. സ്ത്രീധനമായിട്ട് ഒരു പവൻ പൊന്നുപോലും ഞാൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും അളിയനിക്കത് വാരിക്കുറിച്ചു. പക്ഷേ ആ സ്വർണ്ണം എന്നെ നാണം കെടുത്തി. കള്ളന്മാരെ മുതൽ മോഷ്ടിച്ച് ആലിബാബായിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് എന്നെ കാണുന്നത്. അതെ, ദിവാകരൻ എവിടെ നിന്ന് കിട്ടി? അത് യാദൃച്ഛികമായി പരിചയപ്പെട്ട ഒരു തമിഴ്നാട്ടുകാരൻ്റെ ഇത് വാങ്ങിയതാണ്. അയാൾക്ക് കാശിന് അത്യാവശ്യമായിരുന്നുകൊണ്ട് ആഭരണങ്ങൾ ചുളുനിരക്കി കിട്ടി. അയാളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് അളിയൻ അറിയില്ലേ? കണ്ടിട്ട് അങ്ങനെ ഒരു കള്ളലക്ഷണം തോന്നിയില്ല. അതുകൊണ്ട് അയാളുടെ അഡ്രസ് ഒന്നും വാങ്ങിച്ചില്ല. എന്നാലും അളിയൻ കാണിച്ച ബുദ്ധിമോശമായി പോയി. ഊരും പേരും അറിയാത്ത ആളുടെ നിന്ന് ഇത്രയും പോയിന്റ് ആഭരണങ്ങൾ വാങ്ങുന്ന വെച്ചാൽ അത് ഇങ്ങനെയൊക്കെ. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കമ്മീഷണറുടെ ഓർഡർ. അളിയനോ? വരാൻ പറയും. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അറിയിക്കാനുണ്ട് സർ. ആഭരണം മോഷ്ടിച്ച കേസിൽ SI ജയശങ്കർ നിരപരാധിയാണ്. അത് തനിക്കെങ്ങനെ അറിയാം? പ്രൈവറ്റ് ബസ്സിനകത്ത് വെച്ച് അരവിന്ദാക്ഷൻ മാഷിന്റെ ബാഗ് കയറി ആഭരണങ്ങൾ മോഷ്ടിച്ചത് ഞാനാണ്. SIയുടെ സസ്പെൻഷൻ പിൻവലിച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്യണം സർ. കൊള്ളാം. അളിനെ രക്ഷിക്കാൻ പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണല്ലേ? അല്ല സർ, സത്യമായിട്ട് ഞാൻ തന്നെയാണ്. ഷട്ടപ്പ്. ഡിപ്പാർട്ട്മെന്റിനെ അങ്ങനെയും കളിപ്പിക്കാമെന്ന് കരുതണ്ട. ജയശങ്കറാണ് ആ മോഷണത്തിന് പിന്നിലെന്ന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഏത് കൊലകുമ്പം വിചാരിച്ചാലും അവനെ വിടുന്ന പ്രശ്നമില്ല. തനിക്ക് പോവാം. സാറേ, കാണിക്കുന്ന ഒട്ടും പോകാനല്ലേ പറഞ്ഞത്? അളിയൻ പൊന്നു മാത്രമേ എനിക്ക് സ്ത്രീധനമായിട്ട് തന്നുള്ളൂ. സ്ഥലമായിട്ടൊന്നും തന്നില്ല. പക്ഷേ തന്ന പൊന്ന് കാരണം ഇവിടുത്തെ സ്ഥലം കിട്ടി. സന്തോഷായി. ഈ കാഴ്ച കാണാൻ നല്ല രസമുണ്ട് അല്ലേ? എനിക്കിവിടെ പരമസുഖാന്ന് രാജുയോട് പറയണം. ഡ്യൂട്ടിക്ക് പോയിരിക്കാന്ന് കരുതിയാൽ മതി. ഡ്യൂട്ടി നോക്കി ചെയ്യുന്ന സ്റ്റേഷൻ തന്നെയാണല്ലോ. ഇരിപ്പിടമൊന്ന് മാറി, അത്രേ ഉള്ളൂ. മോഷ്ടാക്കൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ഒരു വക്കീലുണ്ടെന്ന് കേട്ടു. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അയാളെ ഒന്ന് ഏർപ്പാടാക്കണം. അളിയനെന്താ ഒന്നും മിണ്ടാത്തത്? ഒരുപാട് പറയാനുണ്ട്. എവിടെ തുടങ്ങണമെന്നറിയില്ല. ഒരുപാട് കേൾക്കാൻ സമയമില്ല. പിന്നെ പീര് മുഹമ്മദ് പറഞ്ഞൊരു കാര്യം അറിഞ്ഞു. അളിയൻ കമ്മീഷണറെ കാണാൻ ചെന്നിരുന്നു.
സുനിതയുടെ ആഭരണങ്ങൾ കവർന്നത് അളിയനാണെന്ന് കമ്മീഷണറോട് പറഞ്ഞു അല്ലേ? എന്തിന്? എന്നെ രക്ഷപ്പെടുത്താൻ അങ്ങനെ ഒരു ത്യാഗം ചെയ്യേണ്ടതിന് എല്ലാം ഞാൻ അനുഭവിച്ചോളാം. ത്യാഗിയാവാൻ വേണ്ടിയൊന്നുമല്ല, ചെയ്ത കുറ്റം ഏറ്റു പറഞ്ഞതേ ഉള്ളൂ. മാഷിന്റെ ആഭരണം മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ ബ്രീഫ് കേസും മോഷ്ടിച്ചത് ഞാനാണ്. ഇത്രയും അളിയനോട് നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു. ഇതേത് കോടതിയിലും ആവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഹലോ, നമസ്കാരം പാറക്കൽ സാറേ, ഞാൻ ദിവാകരനാണ്. ഏത് ദിവാകരൻ? പഴയ നാടകക്കാരൻ ചാത്തനാടന്റെ മകൻ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കാം. SI ജയശങ്കറിന്റെ അളിയൻ. ആ, വിളിച്ച കാര്യം പറ. എനിക്കൊരു പെട്ടിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. പെട്ടിയോ? അതെ, പെട്ടി തന്നെ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നഷ്ടപ്പെട്ട വിലപ്പെട്ട ഡോക്യുമെന്റ്സ് അടങ്ങുന്ന പ്രതിപക്ഷ നേതാവിന്റെ ആ ബ്രീഫ് കേസ് ഇപ്പൊ എന്റെ കൈവശമുണ്ട്. വിശ്വാസമാവുന്നില്ലെങ്കിൽ സാറിന്റെ ലെറ്റർ ബോക്സ് ഒന്ന് തുറന്നു നോക്കിയേ. പെട്ടിയിലുണ്ടായിരുന്ന ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ ഹോൾഡ് ചെയ്യാം, സാറൊന്ന് പോയി നോക്കിയിട്ട് വന്നേ. ഹലോ. ഹലോ, വിശ്വാസമായി അല്ലേ? നിനക്ക് എന്താ വേണ്ടത്? എത്ര പണം വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാ. എനിക്ക് ആ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ കിട്ടണം. കാശൊന്നും വേണ്ട സാർ. പിന്നെ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് SI ജയശങ്കറിനെതിരെയുള്ള കേസ് പിൻവലിച്ച് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. SI ജയശങ്കർ വീണ്ടും യൂണിഫോം അണിയുമ്പോൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും. ഹലോ. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. ബസ്സിൽ വെച്ച് സുനിതയുടെ അച്ഛന്റെ ബാഗിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ചത് ഞാനാണ്. ഇതുവരെ പിടിക്കപ്പെടാത്ത ഒരു കള്ളനാണ് ഞാൻ. ഈശ്വര, എന്താ ഇത്? എന്റെ വിശ്വാസങ്ങൾ എന്നെ ചതിക്കുകയാണല്ലോ എന്റെ ദൈവമേ. പറഞ്ഞത് സത്യമാണെങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചവനെ കണ്ട ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കരുതി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. എനിക്കിപ്പോ അതും ചോദിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് ഒരു മിനിറ്റ്. ദിവാകരൻ പറഞ്ഞത് അക്ഷരം പ്രതി ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ജയശങ്കർ സർവീസ് തിരിച്ചു കയറി കഴിഞ്ഞു. ഇനി ആ പെട്ടി ഇങ്ങോട്ട് തരൂ. പെട്ടി ഇവിടെ ഇല്ലെങ്കിൽ എവിടെയാന്ന് പറ, ഞങ്ങൾ അവിടെ വരാം. ആ പെട്ടി ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടും വലിയ കാര്യമില്ല. അതെന്താ? സാറിന്റെ ലെറ്റർ ബോക്സിൽ ഇടാനായി ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത കൂട്ടത്തിൽ ഒരു 10-20 കോപ്പി ഞാൻ എക്സ്ട്രാ എടുത്തു. ലീഡിംഗ് പത്രങ്ങൾക്കും ഉന്നതാധികാരികൾക്കും ഓരോ കോപ്പി ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അച്ഛൻ നിരന്ന് കാണും. നാളത്തെ പത്രത്തിൽ വിശദമായിട്ട് വായിക്കാം.
അങ്ങോട്ട്. നിന്നെ അറസ്റ്റ് ചെയ്യാൻ തന്നെ ഞാൻ വന്നത്. ആ കമ്മീഷൻ രക്ഷക്കെത്തുമെന്ന് നീ കരുതണ്ട. അയാളിപ്പോ സസ്പെൻഷനോട് കൈപ്പറ്റി കാണും. മാഷിന്റെ ബാഗ് കയറി ആഭരണം മോഷ്ടിച്ചതിനും പ്രതിപക്ഷ നേതാവിന്റെ ബ്രീഫ് കേസ് കവർന്നതിനും നിങ്ങളെ അറസ്റ്റ് ചെയ്യും. ഒരുവിടെ സർ, അളിയൻ പറഞ്ഞ സത്യമാണ് അച്ഛൻ. കുടുംബം പുലർത്താൻ എന്റെ മണ്ടം ബുദ്ധിയിൽ തോന്നിയ ഒരു തൊഴിൽ, അതിന്റെ ശ്വാസം മുട്ടല്ലായിരുന്നു ഇത്രയും നാൾ. മാപ്പ് തരില്ലെന്നറിയാം. ശിക്ഷ കഴിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി ഞാൻ തിരിച്ചു വരും. ദിവാകരൻ തെരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നെങ്കിലും സമൂഹത്തിലെ വലിയ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാൻ അത് ഡിപ്പാർട്ട്മെന്റിനെ സഹായിച്ചിരിക്കണം. ഏതായാലും അതിന്റെ പരിഗണന ലഭിക്കാൻ എന്നാൽ കഴിയുന്ന രീതിയെല്ലാം ഞാൻ ശ്രമിക്കാം.